ലീജ ആൾ ഇൻ വൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറന്റ് സ്റ്റൈൽ തന്തൂരി ചിക്കനാണ്. ഇത് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് നോക്കാം. ഒരു സ്റ്റെപ്പ് പോലും മിസ്സാവാതെ വീഡിയോ മുഴുവൻ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. ഇതിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. തന്തൂരി ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ തന്തൂരി ചിക്കൻ മസാലപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ആക്കിയത്, ഉപ്പ് ആവശ്യത്തിന്, 2 ടേബിൾ സ്പൂൺ യോഗേർട്ട് തൈര് എടുത്തിട്ടുണ്ട്. ഇപ്പം തന്തൂരി ചിക്കൻ മസാല ഞാനിവിടെ എവറീസ്റ്റ് കമ്പനിയുടെ എടുത്തേക്കുന്നത്. ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സാധാരണ ചിക്കൻ മസാലപ്പൊടി പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മസാലപ്പൊടി കുറച്ച് ചേർക്കുക. വറുത്തെടുക്കുന്ന ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എൻ്റെ കയ്യിലെ മുളക് പൊടിക്ക് നല്ല കളറാണ്, അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഒരു 3/4 കിലോ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കത്തി കൊണ്ട് നന്നായിട്ട് ഡീപ്പായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ലൈൻസ് ഇടുക. നമ്മുടെ മസാലയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ പീസസിനകത്ത് പിടിക്കണം. ഇതുപോലെ ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. അപ്പം നമുക്കിതെല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തു. തന്തൂരി ചിക്കൻ മസാല നല്ലൊരു ഫ്ലേവറാണ്. പെർഫെക്ഷൻ വേണമെങ്കിൽ തന്തൂരി ചിക്കൻ മസാല കമ്പൽസറി ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, തൈര്, ഉപ്പ് ആവശ്യത്തിന് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക, വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ചേർത്തു. ഇത് നന്നായിട്ട് യോജിപ്പിക്കണം. നമ്മൾ ഈ ലൈൻസ് ഇട്ട് കൊടുക്കുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് ഈ മസാല ചേർത്ത് ഇളക്കണം. ഈ മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ തൈര് മാത്രം ഉപയോഗിക്കുക, ലെമൺ ജ്യൂസ് ഉപയോഗിക്കരുത്, നാരങ്ങാനീര് ഉപയോഗിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒന്ന് മാത്രം ഉപയോഗിക്കുക. രണ്ടും കൂടെ ഉപയോഗിക്കുന്നത് തെറ്റാണെന്നല്ല, മാക്സിമം ഒരെണ്ണം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ പീസ് നമുക്ക് ഒരു 40 മിനിറ്റ് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരാവശ്യമില്ല. ഒരു 40 മിനിറ്റ് ആയി. മൂടി തുറന്ന് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇത് റെഡിയാക്കി എടുക്കാം. സ്റ്റവ് ഓൺ ചെയ്ത് നല്ല അടിക്കട്ടിയുള്ള ഒരു പാന് വെച്ച് കൊടുക്കാം. മാക്സിമം നല്ല അടിക്കട്ടിയുള്ള ഫ്രൈങ് പാൻ ഉപയോഗിക്കുക. ഞാനിപ്പോൾ നല്ല അടിക്കട്ടിയുള്ള ഒരു കടായിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ കട്ടി കുറഞ്ഞ പാൻ ആണെങ്കിൽ ഉൾവശം ശരിക്ക് വേവത്തില്ല. പുറമെ കാണാൻ നല്ല കറക്റ്റായിട്ട് ഫ്രൈ ആയതുപോലെ ഉണ്ടാവും, പക്ഷെ ഉൾവശം ശരിക്ക് വേവത്തില്ല. അതുകൊണ്ട് അടിക്കട്ടിയുള്ള പാന് നോക്കി എടുക്കുക. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ അങ്ങനെയുള്ള ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ബട്ടറും ഉപയോഗിക്കാം. ഞാനിപ്പോൾ എണ്ണ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പീസസ് ഇട്ട് കൊടുക്കാം. ബാക്കി വന്ന അരപ്പൊക്കെ മേളിലോട്ട് തേച്ച് കൊടുക്കുക. പാത്രത്തിൽ തട്ടിയിരുന്ന അരപ്പെല്ലാം നല്ല ഭംഗിയായിട്ട് നമ്മൾ തേച്ച് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ഇതിന് മേളിയിരിക്കുന്ന മസാലയെല്ലാം താഴേക്ക് ഇറങ്ങി ഒരു വെളുത്ത കളറ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചിടാം. ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് പെർഫെക്റ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്.
വേവുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ബൗളിലോട്ട് മാറ്റാം. തിരിച്ചു മറിച്ചുമിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു ബൗളിലോട്ട് മാറ്റി. ഇനി ഒരു ചെറിയൊരു ജോലി ബാക്കിയുണ്ട്. സ്റ്റൈലില് അതേ ഫ്ലേവർ വരണമെങ്കിൽ ചെറിയൊരു സൂത്രപ്പണിയുണ്ട്. ഇതുപോലെ ഒരു കനലെടുക്കുക. ഇത് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് നന്നായിട്ട് ഈ ഗ്യാസ് സ്റ്റൗവിന്റെ മുകളിൽ വെച്ച് തിരിച്ചും മറിച്ചും നന്നായിട്ട് പൊള്ളിച്ചെടുക്കണം. നന്നായിട്ട് പൊള്ളണം, ഇല്ലെങ്കിൽ ശരിക്കും പുക വരത്തില്ല. കൂട്ടിയും കുറച്ചും വെച്ച് നന്നായിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് ഇത് നന്നായിട്ട് പൊള്ളിച്ചെടുക്കണം. സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സൂക്ഷിച്ച് പാത്രത്തിലേക്ക് ഇടുക. ഇല്ലെങ്കിൽ ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്, പാത്രമെങ്കിൽ പാത്രം, ഇങ്ങനെ ഇട്ടിട്ട് നമുക്കത് ചിക്കനകത്ത് ഇറക്കി വെക്കണം. എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നന്നായിട്ട് പുക വരും, അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഈ മൂടി ഒരു 2 മിനിറ്റ് വരെ അടച്ചു കൊടുക്കുക. നന്നായിട്ട് പുക വരുന്നുണ്ട്. ഈ പുക നന്നായിട്ട് നമ്മുടെ ചിക്കൻ പീസസിനകത്ത് പിടിക്കണം. ഒരു 2 മിനിറ്റ്സ് ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കാം. തുറന്നു നോക്കാം. 2 മിനിറ്റ്സിന്റെ ആവശ്യമുള്ള നല്ലൊരു ഫ്ലേവർ, കറക്റ്റ് റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള ആ ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇത് മസ്റ്റായിട്ട് ചെയ്യണമെന്നില്ല. മാക്സിമം ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടും. ഇപ്പോൾ ഇവിടെ റെഡിയാണ്. റെസ്റ്റോറന്റ് സ്റ്റൈൽ തന്തൂരി ചിക്കൻ റെഡിയാണ്. പെർഫെക്റ്റ്ലി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സർവിംഗ് പ്ലേറ്റിലിട്ട് മാറ്റാം. റെസ്റ്റോറന്റ് സ്റ്റൈൽ തന്തൂരി ചിക്കൻ വളരെ കുറച്ച് സമയത്തിൽ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ഐറ്റം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ല്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻസിലൂടെ അറിയിക്കണം. ഇനിയൊരു പുതിയ ഐറ്റമായിട്ട് കാണുന്നത് വരെ ബൈ.